ഹലോ ഗൈസ്, ജിത്തിനാണ് യുവർ സ്പിരിച്വൽ ബഡി. നിങ്ങൾ ദശമഹാവിദ്യ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. ദശമഹാവിദ്യ കേൾക്കാത്തൊരു കുറവായിരിക്കുള്ളൂ. കേട്ടിട്ടില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ദശമഹാവിദ്യ എന്ന് പറയുന്നത് മാ പാർവതി അല്ലെങ്കിൽ ശക്തി ദേവിയുടെ 10 മാനിഫെസ്റ്റേഷനിലുണ്ടായ ഗോഡസസ് ആണ്. അതിനകത്തൊരു ഗോഡസ്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഗോഡസ് ഉണ്ട്, കാളി. ആ സീരീസിലെ 6ാമത്തെ ഗോഡസായ ചിന്നമസ്ത ദേവി നമ്മുടെ സ്പിരിച്വൽ ജേണിയായിട്ട് കുറച്ചും കൂടി കണക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാവരും കണക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ കുറച്ചും കൂടി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറച്ചും കൂടി ആ ബോഡിനകത്ത് തന്നെ കണക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടോ. ചിന്നമസ്ത ദേവിയുടെ കഥ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പോവാം. ചിന്നമസ്ത ദേവി എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പാർവതി ദേവിക്ക് 2 തോഴിമാരുണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ദശമഹാവിദ്യയിൽ 64 തോഴിമാരുണ്ട് ടോട്ടലി. അതിനകത്ത് 2 തോഴിമാർ, ഒന്ന് ദാകിനി, 2 വർഷിനി. ഇവർ രണ്ടുപേരോടൊപ്പം പാർവതി ദേവി കുളിക്കാൻ പോയി. പെട്ടെന്ന് ഈ 2 തോഴിമാർക്കും വിശന്നു. കയ്യിൽ കരുതിയ വാള് വെച്ചിട്ട് പാർവതി ദേവി സ്വന്തം തല മുറിച്ചു കളഞ്ഞു. ഇവിടെ വെച്ചിട്ട്, നെക്കിൻ്റെ ഇവിടെ വെച്ചിട്ട് മുറിച്ചു കളഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ മുറിച്ചവിടെ നിന്ന് 3 അരുവി പോലെ ചോരയൊഴി, 3 സ്ട്രീം പോലെ ബ്ലഡ് ഫ്ലോ ചെയ്തു. അതിനകത്ത് ഒരു ബ്ലഡ് പോയി വീഴുന്നത് ഡാകിനിയുടെ കഴുത്തിൽ, ഡാകിനിയുടെ വായിലോട്ടും, 2ാമത്തത് പോയത് വർഷിനിയുടെ, 3ാമത് പോയത് സ്വന്തം കയ്യിൽ വെട്ടിമാറ്റിയ തലയുടെ വായിലോട്ടും തന്നെയാണ് പോയത്. ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ 3 എനർജി ഫ്ലോസ് ഉണ്ടെന്ന്. മെയിൻ ആയിട്ടുള്ള 3 എനർജി ഫ്ലോസ് ഉണ്ടെന്ന്. പ്രാണാസിന്റെ എനർജി ഫ്ലോ, 1 പിങ്കള, 2 ഇട, 3 സുഷുമ്ന. ഈ പറയുന്ന 3 ബ്ലഡ് ഫ്ലോയും ഈ പറയുന്ന 3 എനർജി ഫ്ലോ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾ താഴത്തോട്ട് നോക്കും. ഈ ഫോട്ടോയിൽ ഞാൻ മുന്നേ കാണിച്ചില്ലേ, അതായത് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സൈഡിൽ നിൽക്കുന്ന ഡാഗിനി, അപ്പുറത്ത് നിൽക്കുന്നത് വർഷിനി. അതിൻ്റെ വേറെ ഒരെണ്ണം സ്വന്തം വായിലോട്ട് പോകുന്നു. ഇനി ചിന്നമസ്ത ദേവിയുടെ താഴെ കാലിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ത്ത് കിടക്കുന്നത് കാമദേവനും കാമദേവന്റെ ഭാര്യ രതിയാണ്. ഇവർ തമ്മിൽ സെക്ഷൽ യൂണിയനിൽ നിൽക്കുന്ന ഒരു പൊസിഷൻ തന്നെയാണ്. അതിൻ്റെ മേളിലാണ് ചിന്നമസ്ത ദേവി നിൽക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, 3 കാര്യങ്ങൾ നമ്മളെ മേളിലോട്ട് പോകാണ്ടിരിക്കാൻ നോക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ചക്രാസിൻ്റെ 3 ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങൾ. അതായത് നമ്മുടെ റൂട്ട് ചക്രയുടെ ഫിയർ, അതേപോലെ സേക്രൽ ചക്രയുടെ ലസ്റ്റ്, അതേപോലെ സോളാർ പ്ലെക്സിൻ്റെ ഇമോഷൻസ് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ്സ്. ഈ ഫോട്ടോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ താഴ്ത്തു കിടക്കുന്ന ലെസ്റ്റ്, അത് ഈ പറയുന്ന ഫിയറും ഈ പറയുന്ന അറ്റാച്ച്മെന്റ്സും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ബ്ലഡ് ഫ്ലോസ് ഉണ്ടാവുള്ളൂ. എന്ത് ബ്ലഡ് ഫ്ലോ? ഈ എനർജി ഫ്ലോസ് ഉണ്ടാവുള്ളൂ. ഈ എനർജി ഫ്ലോ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന ഞാൻ പറഞ്ഞിരുന്നു മുന്നത്തെ വീഡിയോയിൽ, അതായത് ഈ സുഷുമ്ന, പിങ്കള, എട ഒരുമിച്ചുകൂടി മേളിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുണ്ടലിനി അവേക്കനാവും. കുണ്ടലിനി അവേക്കനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മേളിലെ ചക്രയായ നമ്മുടെ ക്രൗൺ ചക്ര വിരിയും. അപ്പോൾ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഡിവൈൻ ആയിട്ടുള്ള കണക്ഷൻസ് കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് തന്നെയാണ് ഇതിനകത്ത് പറയുന്ന കാര്യം. ചിന്നമസ്ത ദേവി ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ചിന്നമസ്ത ദേവി നമുക്ക് മുന്നോട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ലൈഫ് എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ലൈഫ് ഈസ് നോട്ട് ഡെത്ത്. ഓക്കെ, ഡെത്ത് കൊണ്ട് നമ്മുടെ ലൈഫ് തീരുന്നില്ല. അതേപോലെ ഡിസയർ അല്ല നമ്മുടെ ഏറ്റവും വലിയ എനിമി, അതായത് ലസ്റ്റ് അല്ല നമ്മുടെ ഏറ്റവും വലിയ എനിമി. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ലൈഫ് ഡെത്ത് അല്ല, ക്രിയേഷൻ ഡിസ്ട്രക്ഷൻ അല്ല, അതേപോലെ പ്ലഷർ ലിബറേഷനും അല്ല. ഇത് തന്നെയാണ് ചിന്നമസ്ത ദേവി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. ഡെത്ത് ഈസ് നോട്ട് ദ എൻഡ്, അതേപോലെ ഡിസയർ ഈസ് നോട്ട് യുവർ എനിമി. ഇതാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നൊരു ടോപ്പിക്ക്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടി കോംപ്ലിസിറ്റി ഉണ്ടാക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഇപ്പോൾ നിങ്ങളിലോട്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.